യെസിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കായിക വാർത്തയിലേക്കാണ്. 4x400 മീറ്റർ ഇന്ത്യൻ പുരുഷ വനിതാ റിലേ ടീമുകൾ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയിരിക്കുകയാണ്. പുരുഷ വിഭാഗത്തിൽ മലയാളി താരങ്ങളായ മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അമോദ് ജേക്കബ് എന്നിവരടങ്ങിയ ടീമാണ് യോഗ്യത നേടിയത്. ഒളിമ്പിക്സ് യോഗ്യതയ്ക്കുള്ള അവസാന ചാൻസിലായിരുന്നു ഇന്ത്യൻ ടീമുകളുടെ നേട്ടം. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. മഹേഷ് പോലൂരുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. മഹേഷ്, അവസാന ചാൻസിലായിരുന്നു നേട്ടം എന്നുള്ളത് കൂടുതൽ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മലയാളി താരങ്ങൾ ഉണ്ടെന്നുള്ളത് വലിയ ഒരു തരത്തിലുള്ള നമുക്ക് അഭിമാനത്തിന് വക നൽകുന്ന വിവരങ്ങൾ കൂടിയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ജിൽസി, ഏറെ സന്തോഷകരമായ ഒരു പുലരിയാണ് കായിക രംഗത്തെക്കുറിച്ച്, ഇന്ത്യൻ കായിക രംഗത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന്. കാരണം മലയാളികൾ ഉൾപ്പെട്ട 3 പേരടങ്ങിയ ഇന്ത്യയുടെ പുരുഷ ടീം ഇന്ന് റിലേക്ക് പാരീസിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. വനിതാ ടീമിനും പാരീസ് ഒളിമ്പിക്സിന്റെ യോഗ്യത നേടിയിരിക്കുന്നു. ബഹാമസിലെ നാസോവിൽ നടക്കുന്ന അന്തർദേശീയ റിലേ ചാമ്പ്യൻഷിപ്പിന്റെ മത്സരത്തിലാണ്, അവസാന യോഗ്യതാ റൗണ്ടിലാണ്. അതായത് ഇന്നലെ ആദ്യ ഹീറ്റ്സ് മത്സരങ്ങൾ നടന്നിരുന്നു. ആ ഹീറ്റ്സിൽ ഇന്ത്യൻ ടീമുകൾ പുറത്തായിരുന്നു. പക്ഷേ ഇന്ന് റിലേ ഒളിമ്പിക്സിനുള്ള യോഗ്യത നേടുന്നതിനുള്ള 2 ടീമുകൾക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ആ ഒരു അവസരത്തിലേക്കാണ് ഇന്ത്യൻ ടീമുകൾ മാറ്റുരച്ചത്. അതിൽ 2 ടീമുകളും, ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളും അതിലേക്ക് യോഗ്യത നേടി എന്നുള്ളതാണ്. മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അതുപോലെ തന്നെ അമോദ് ജേക്കബ്, ആരോഗ്യ രാജീവ് എന്നിവരടങ്ങിയ പുരുഷ ടീം നേടിയ നേട്ടം എടുത്തു പറയേണ്ടതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അവസാന ആങ്കർ ലെഗിൽ ലാപ്പിൽ ഓടിയ അമോദ് ജേക്കബിന്റെ പ്രകടനമാണ്. ഒരു പക്ഷേ ഇന്ത്യയുടെ ഒളിമ്പിക്സ് യോഗ്യത ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ അമോദ് ജേക്കബ് ഓടിയെടുത്ത് ഒളിമ്പിക്സിന് ടിക്കറ്റ് നേടി തന്നിരിക്കുന്നു. ഒരു ടീം ഒത്തിണക്കത്തോടു കൂടിയുള്ള ഒരു പരിശ്രമത്തിലൂടെ ഇന്ത്യൻ പുരുഷ ടീം എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വനിതാ ടീമിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. രുപാൽ ചൗധരി, AR പൂവമ്മ, അതുപോലെ തന്നെ ജ്യോതിക ശ്രീദണ്ഡി. ജ്യോതികയുടെ പ്രകടനവും വളരെ പ്രശംസനീയമാണ്. പക്ഷേ 3-ാം റൗണ്ടിൽ 3-ാമത്തെ ലാപ്പിൽ ഓടിയ ജ്യോതിക 51 സെക്കൻഡ് കൊണ്ട് മാത്രം എടുത്താണ് 400 മീറ്റർ പൂർത്തിയാക്കിയത്. സുബ വെങ്കടേശനും ആ ടീമിലുണ്ടായിരുന്നു. എന്തായാലും വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടം. പാരീസ് ഒളിമ്പിക്സിലേക്ക് ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ 4x400 മീറ്ററിൽ യോഗ്യത നേടിയിരിക്കുന്നു. ജിൽസി.